മാച്ച് ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഉറങ്ങാനുള്ള പരിപാടിയിലാണ് ഞാൻ. അപ്പോൾ ഇന്നത്തെ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മാച്ചിൽ ആൻ്റണി ഇല്ലായിരുന്നു. ആൻ്റണി ഇഞ്ചുവേർഡ് ആയിട്ട് ആൻ്റണി ഇല്ലായിരുന്നു. അതുപോലെ നമ്മൾ അമാദ് അതുപോലെ തന്നെ എറിക്സൺ സ്റ്റാർട്ട് ചെയ്യും എന്ന് വിചാരിച്ച മാച്ചാണ്. അപ്പോൾ എറിക്സണും അമാദിനും ഇൽനസ് ആണ്. എങ്ങനെ ഇവർക്കൊക്കെ ഇങ്ങനെ പ്ലെയേഴ്സിന് കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചുറി ആകുന്നു, ഇൽനസ് വരുന്നു, എനിക്കറിയത്തില്ല. ഈവൻ നമുക്കറിയാം ഈ യുണൈറ്റഡിൻ്റെ കിച്ചണിലെ പ്രശ്നങ്ങൾ, അവിടുത്തെ എന്നാ പറയുന്നത് ക്ലെൻലിനെസ്സിൻ്റെ പ്രശ്നങ്ങൾ, ഹൈജീൻ്റെ പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും എടുത്തു പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഹൈജീൻ ഇഷ്യൂസ് കൊണ്ടാണോ ഇങ്ങനെ ഒത്തിരി പ്ലെയേഴ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. കഴിഞ്ഞ മാച്ചിൽ ഹോയിലൻഡ് ഇൽനസ് ആയിരുന്നു. അപ്പം അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു തോട്ട് എനിക്ക് വരുന്നത്. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അടുത്തിടയ്ക്കാണ് എന്തോ ഗസ്റ്റിനെങ്ങാണ്ട് യുണൈറ്റഡിൻ്റെ കിച്ചണിൽ നിന്ന് റോ ചിക്കൻ കൊടുത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു കംപ്ലയിൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് യുണൈറ്റഡിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ മാച്ചിലേക്ക് തിരിച്ചു വരാം. മാച്ചിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മാച്ച് ശരിക്കും ഫ്രം ദ സ്റ്റാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 10 മിനിറ്റിൽ അവരാണ് വീഗൻ മോണക്കത്തെ ഒരു തേർഡ് ടിയറിൽ കളിക്കുന്ന ടീമാണ് യുണൈറ്റഡിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ചാൻസ് ക്രിയേറ്റ് ചെയ്തത് എന്ന് പറയുന്നത് ശരിക്കും യുണൈറ്റഡ് ഫാൻസിനെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പയ്യെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാച്ചിൻ്റെ ഗ്രാബ് അല്ലെങ്കിൽ കൂടുതൽ പൊസഷൻ യുണൈറ്റഡിന് കിട്ടുന്നു. ചാൻസസിൻ്റെ പെരുമഴയായിരുന്നു. തെരുതര ചാൻസസ് യുണൈറ്റഡിന് കിട്ടുന്നു, തെരുതര മിസ് ചെയ്യുന്നു. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ റാഷ്ഫോർഡിന് ചാൻസ്, ഇപ്പം ഹോലൻഡിനൊക്കെ എനിക്കത് രണ്ട് പുട്ട് പോണക്കത്തെ ചാൻസൊക്കെയാണ്. ഹോലൻഡിന് നല്ല ഇങ്ങനെ തലയുടെ ഹെഡർ എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. ആ രീതിയിലുള്ള ചാൻസുകൾ ജസ്റ്റ് ഒന്ന് ടാപ്പിൻ ചെയ്താൽ മതി പ്രോപ്പറായിട്ട് ഗോൾ സ്കോർ ചെയ്യാൻ. അങ്ങനത്തെ 2 ചാൻസ് ഹോലൻഡിന് കിട്ടിയതാണ്. അപ്പം എനിക്കറിയത്തില്ല ഹോലൻഡ് എന്താണ് അവിടെ കാണിച്ചു കൂട്ടുന്നത്. ഹോലൻഡ് ഈ രീതിയിൽ വീഗൻ പോണക്കത്തെ ഒരു ടീമിനെതിരെയൊക്കെ ഗോൾ സ്കോർ ചെയ്യാനുള്ള നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ പുള്ളി ഗോൾ സ്കോർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പുള്ളിക്ക് പ്രോപ്പറായിട്ടുള്ള ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഈ ഒരു മാച്ചിൽ പുള്ളിക്ക് നല്ല ചാൻസസ് കിട്ടി. പുട്ട് പോണക്കത്ത് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാൻസ് കിട്ടി. പക്ഷേ പുള്ളി മിസ് ചെയ്തു. അതുപോലെ ഫസ്റ്റ് ഹാഫിൽ അറ്റാക്കിംഗ് പ്ലെയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് റാഷ്ഫോർഡ് അറ്റാക്ക് ഒരു പുലിയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. പക്ഷേ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴത്തേനും നേരെ തിരിച്ചായി എലിയായി മാറി. അപ്പം 23-ാമത്തെ മിനിറ്റിലാണ് ശരിക്കും യുണൈറ്റഡ് ഫസ്റ്റ് ഹാഫിൽ സ്കോർ ചെയ്യുന്നത്. ഡലോടെ ആ ഒരു ലോങ് ഷോട്ട് ഗോളാകുന്നു. അതെങ്ങനെ ഗോളായെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം പാക്ക് ചെയ്തതുപോലെ വീഗൻ്റെ ഡിഫൻഡേഴ്സിനെ നമ്മൾ നോക്കിയാൽ അവർ പാക്ക് അടുക്കി വെച്ചിരിക്കുന്ന പോലെ പാക്ഡ് ആയിരുന്നു. ആ ഒരു എന്താ പറയുന്നത് പെനാൽറ്റി ഏരിയ എന്ന് പറയുന്നത് പാക്ഡ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ ആ ഒരു ബോൾ പോയിട്ട് ഗോളായി എന്നുള്ളത് ശരിക്കും അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഏതായാലും ഗോൾ സ്കോർ ചെയ്തു. അതിൻ്റെ ക്രെഡിറ്റ് ഡലോയ്ക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ചാൻസസ് മിസ് ചെയ്ത് മരിക്കുകയായിരുന്നു യുണൈറ്റഡ്. അപ്പം മാച്ച് ഇപ്പം തീർന്നിട്ടുണ്ട്. മാച്ച് തീർന്നപ്പോഴത്തേനും ശരിക്കും യുണൈറ്റഡ് ടോട്ടൽ ഷോട്ട് 33 ഷോട്ടാണ് യുണൈറ്റഡ് ഈ ഒരു മാച്ചിൽ എടുത്തിരിക്കുന്നത്. 14 ഓൺ ടാർഗറ്റ്. അവർക്ക് 9 ടോട്ടൽ ഷോട്ട്, 2 ഓൺ ടാർഗറ്റ്. അപ്പോൾ ആ രീതിയിൽ ചാൻസസിൻ്റെ ബഹളമായിരുന്നു. പക്ഷേ വിത്ത് ദ ബോൾ നമ്മൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്താലും അത് സ്കോർ ചെയ്യാൻ ആളില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മിഡ്ഫീൽഡിൽ ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോബി മെനു ശരിക്കും പറഞ്ഞാൽ മിഡ്ഫീൽഡ് റൺ ചെയ്തതെന്ന് കോബി മെനു ആണ്. ആ രീതിയിലുള്ള ഡോമിനേഷൻ പുള്ളി കാണിച്ചു ഇന്നത്തെ മാച്ചിൽ. വീഗനെതിരെയുള്ള മാച്ചാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഓവർ എക്സൈറ്റഡ് ആകേണ്ട, ഒരു പ്ലെയറിൻ്റെ പെർഫോമൻസിൽ ഓവർ എക്സൈറ്റഡ് ആകേണ്ട. ഗർനാച്ചോ ഒക്കെ നല്ല രീതിയിൽ, ഗർനാച്ചോയുടെ ഒരു ഷോട്ട് ഒരു ലോങ് റേഞ്ച്, അതൊരു ശരിക്കും വണ്ടർ ഗോളായി മാറേണ്ട ഒരു ഗോളാണ്. അപ്പോൾ അത് ക്രോസ് ബാറിൽ തട്ടിയൊക്കെ പോയി. റാഷ്ഫോർഡിൻ്റെ ഒരു ഷോട്ട് ഫസ്റ്റ് ഹാഫിലായിരുന്നു കുറച്ചുകൂടെ എനിക്ക് ബെറ്ററായിട്ട് യുണൈറ്റഡ് തോന്നിയത്. അപ്പം ഫസ്റ്റ് ഹാഫിൽ റാഷ്ഫോർഡിൻ്റെ ഷോട്ടാണെങ്കിൽ റീബൗണ്ടായിട്ട് ഹോലൻഡിന് കിട്ടുന്നു, ഹോലൻഡ് അത് മിസ്സാക്കുന്നു. അപ്പോൾ അങ്ങനെ സെക്കൻഡ് ഹാഫിലും ഇവർ ചാൻസസ് കിട്ടുന്നുണ്ട്, ഇവരെന്ത് ചെയ്താൽ സ്കോർ ചെയ്യുന്നില്ല. അപ്പം സഹി കെട്ട് ശരിക്കും വീഗൻ ബ്രൂണോയെ ഫൗൾ ചെയ്യുന്നു. 72-ാമത്തെ മിനിറ്റിൽ വീഗൻ്റെ പ്ലെയർ ബ്രൂണോയെ ഫൗൾ ചെയ്ത് അങ്ങനെ പെനാൽറ്റി കൊടുക്കുന്നു. ബ്രൂണോ പെനാൽറ്റി എടുക്കുന്നു, സ്കോർ ചെയ്യുന്നു. അങ്ങനെ യുണൈറ്റഡ് 2-0 മുന്നിലെത്തുന്നു. പിന്നെ ശരിക്കും തുടക്കം മുതലേ ബോറാണ്. ഈ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ മുതൽ മാച്ച് ഭയങ്കര ബോറാണ്. അത് ഫസ്റ്റ് ഹാഫിലും ഒരു വിധത്തിൽ പിടിച്ചിരുന്നു. കുറേ ചാൻസസ് ഉണ്ടായിരുന്നു, കുറേ ഷോട്ട്സ് ഉണ്ടായിരുന്നു, കൺവേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേനും ഗെയിം കുറച്ചുകൂടെ വേഴ്സായിട്ടാണ് എനിക്ക് തോന്നിയത്. യുണൈറ്റഡിൻ്റെ ഗെയിം കുറച്ചുകൂടെ വേഴ്സായിട്ടാണ് തോന്നിയത്. അപ്പോൾ അങ്ങനെ ഇവർ സഹി കെട്ട് ചവിട്ടി പെനാൽറ്റി കൊടുത്ത് 2-0 ജയിച്ച് പോടാ മക്കളെ എന്നുള്ള രീതിയിലാണ് യുണൈറ്റഡ് ഈ ഒരു മാച്ച് ജയിച്ച് ഇപ്പോൾ അടുത്ത 4th റൗണ്ടിലേക്ക് വന്നിരിക്കുന്നത്.
പോസിറ്റീവ് എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ഒരു വീക്കെൻഡിനെതിരെയുള്ള പെർഫോമൻസ് എന്ത് പോസിറ്റീവ്, 33 ഷോട്ട് എടുത്തതെന്ന് പറഞ്ഞാലും മാൻ സിറ്റി വല്ലതുമാണെങ്കിൽ കുറഞ്ഞത് ഒരു 7 ഗോളെങ്കിലും ഇന്നത്തെ മാച്ചിൽ സ്കോർ ചെയ്യേണ്ടതായിരുന്നു. യുണൈറ്റഡിന് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു കുറഞ്ഞൊരു 3-4 ഗോൾ, ഒരു 4 ഗോളെങ്കിലും കുറഞ്ഞത് യുണൈറ്റഡിന് സ്കോർ ചെയ്യായിരുന്നു. ഒനാനെ വീണ്ടും ഗോളിൽ ടെൻ ഹാഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ബൈന്ദർ ആസ് എ സെക്കൻഡ് ഗോൾ കീപ്പറായിട്ടുള്ള ബൈന്ദറിനെ സംബന്ധിച്ച് പെട്ടിയും കിടക്കെടുത്ത് വീട്ടിൽ പോകുന്നതായിരിക്കും നല്ലത്. കാര്യം പുള്ളിയെ വീഗൻ പോണക്കത്തെ ഒരു ടീമിനെതിരെ പോലും പുള്ളിയെ വിശ്വസിച്ചിറക്കാനായിട്ട് ടെൻ ഹാഗ് തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് പുള്ളിയെ സംബന്ധിച്ച് ഭയങ്കര നാണക്കേടാണ്. അപ്പോൾ ഇങ്ങനത്തെ സെക്കൻഡ് ഗോൾ കീപ്പർ നമുക്കറിയാം, കഴിഞ്ഞ സീസണിലും ന്യൂകാസിലിൽ നിന്നൊക്കെ വന്ന ഡുബ്രാവ്ക്കയൊക്കെ കപ്പ് ഗെയിംസിലൊക്കെ വന്നിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ബൈന്ദർ എന്ന് പറയുന്ന ഗോൾ കീപ്പറിനെ ടെൻ ഹാഗ് ഒരു ഇഞ്ച് പോലും ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൻ്റെ തെളിവാണ്. സോ പുള്ളി ഒരു ബെറ്റർ കരിയറാണ് പുള്ളി ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടുന്ന് എത്രയും വേഗം ഓടി രക്ഷപ്പെടുക. പിന്നെ ഇന്നത്തെ മാച്ചിൽ കണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാൻസിൽ ഇനിയോസിൻ്റെ ഡേവ് ബ്രെയിൽസ്ഫേർഡ്, അതുപോലെ ഹ്വാൻ ക്ലോഡ് ബ്ലാങ്ക്, കൂട്ടത്തിൽ ഡേവിഡ് ഗില്ലിനെ കണ്ടു. അപ്പോൾ ഡേവിഡ് ഗില്ല് നമുക്ക് എല്ലാവർക്കും അറിയാം, അലക്സ് ഫെർഗ്യൂസൻ്റെ എറായിൽ അലക്സ് ഫെർഗ്യൂസൻ്റെ സക്സസിൻ്റെ ഒരു വലിയ പങ്ക് ഡേവിഡ് ഗില്ലിനെ എല്ലാവരും കൊടുക്കുന്നതാണ്. അപ്പം ഡേവിഡ് ഗില്ലിനെ ഈ ഇനിയോസ് ആസ് ആൻ അഡ്വൈസറി റോളിൽ കൊണ്ടുവരും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൂചന ആയിരിക്കണം ഗ്യാലറിയിൽ ഈ ഒരു ഇനിയോസിൻ്റെ ആൾക്കാരുടെ കൂട്ടത്തിൽ ഡേവിഡ് ഗില്ലിനെയൊക്കെ ഇന്ന് കണ്ടത്. അപ്പം അത് പോസിറ്റീവായിട്ടുള്ള കാര്യം, പോസിറ്റീവ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഡേവിഡ് ഗില്ലിനെ പോലത്തെ വിഷണറി ആയിട്ടുള്ള ആൾക്കാർ അഡ്വൈസ് എടുക്കുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. അപ്പം മാച്ച് കണ്ടവരൊക്കെ അല്ലെങ്കിൽ കാണാത്തവരും കണ്ടവരും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻസായിട്ട് ഇടുക. 2-0 ജയിച്ച് അങ്ങനെ അടുത്ത റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോ കാണാം. ബൈ ഗൈസ്.